എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ചലന നിയമത്തെക്കുറിച്ചാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് ഐസക് ന്യൂട്ടനാണ്. ആരാണ്? ഐസക് ന്യൂട്ടനാണ് ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത്. ഐസക് ന്യൂട്ടൻ 3 തരത്തിലുള്ള ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഒന്നാം ചലന നിയമം, രണ്ടാം ചലന നിയമം, മൂന്നാം ചലന നിയമം. ഒന്നാം ചലന നിയമം: അസന്തുലിതമായ ബാഹ്യബലത്തിനു വിധേയമാകുന്നതുവരെ ഏതൊരു വസ്തുവും അതിൻ്റെ നിശ്ചലാവസ്ഥയിലോ നേർരേഖയിലോ സമചലനത്തിലോ തുടരുന്നു. ഇതാണ് ഒന്നാം ചലന നിയമം. ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമത്തെ ജഡത്വ നിയമം എന്ന പേരിലും അറിയപ്പെടുന്നു. ജഡത്വ നിയമം എന്നറിയപ്പെടുന്നതാണ് ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം. ബലത്തെയും ജഡത്തെയും നിർവചിക്കുന്നതാണ് ഒന്നാം ചലന നിയമം. അടുത്തതായി നോക്കാൻ പോകുന്നത് രണ്ടാം ചലന നിയമം. ഒരു വസ്തുവിനുണ്ടാകുന്ന ആക്ക വ്യത്യാസത്തിൻ്റെ നിരക്ക് ആ വസ്തുവിൽ പ്രയോഗിക്കുന്ന അസന്തുലിത ബാഹ്യബലത്തിൻ്റെ നേർ അനുപാതത്തിലും ആക്ക വ്യത്യാസം അസന്തുലിത ബാഹ്യബലത്തിൻ്റെ ദിശയിലുമായിരിക്കും. അതായത് ബലത്തെ എങ്ങനെ അളക്കാമെന്ന് പ്രസ്താവിക്കുന്ന ചലന നിയമമാണ് രണ്ടാം ചലന നിയമം. ഒരു വസ്തുവിനുണ്ടാകുന്ന ത്വരണവും അതിൽ പ്രയോഗിച്ച ബാഹ്യബലവും തമ്മിലുള്ള ബന്ധം സൂചിപ്പിക്കുന്ന ചലന നിയമമാണ് രണ്ടാം ചലന നിയമം. അതായത് F=ma എന്ന നിർവചനം ലഭിക്കുന്ന ചലന നിയമമാണ് രണ്ടാം ചലന നിയമം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മൂന്നാം ചലന നിയമത്തെക്കുറിച്ചാണ്. ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും എന്ന് പ്രസ്താവിക്കുന്നതാണ് മൂന്നാം ചലന നിയമം. വസ്തുവിന്മേൽ പ്രയോഗിക്കപ്പെടുന്ന ബാഹ്യബലത്തിൻ്റെ ഉറവിടത്തെക്കുറിച്ച് പ്രസ്താവിക്കുന്ന ചലന നിയമമാണ് മൂന്നാം ചലന നിയമം. റോക്കറ്റുകളുടെ പ്രവർത്തനത്തിന് കാരണമായ ചലന നിയമമാണ് മൂന്നാം ചലന നിയമം. റോക്കറ്റുകളുടെ പ്രവർത്തനത്തിന് കാരണമായ ചലനം ഏതാണെന്ന് ചോദിച്ചാൽ അത് മൂന്നാം ചലന നിയമമാണ്. അതേപോലെ തന്നെയാണ് ജലോപരിതലത്തിലുള്ള ഒരു തോണിയിൽ നിന്ന് ഒരു വ്യക്തി കരയിലേക്ക് എടുത്ത് ചാടുമ്പോൾ ആ വ്യക്തി തോണിയിലേക്ക് പ്രയോഗിക്കുന്ന ബലത്തിൻ്റെ ഫലമായി തോണി പുറകിലേക്ക് നീങ്ങുന്നു. ഇതും മൂന്നാം ചലന നിയമത്തിൻ്റെ ഒരു ഉദാഹരണമാണ്. ഇനി ഐസിന് മുകളിൽ നിന്ന് വണ്ടി തള്ളിയാൽ നീങ്ങാറില്ല. ഇതിൻ്റെ കാരണം ഐസിൽ നിന്ന് പ്രതിപ്രവർത്തനം ലഭിക്കുന്നില്ല. അതുകൊണ്ടാണ് ഐസിന് മുകളിൽ നിന്ന് വണ്ടി തള്ളിയാൽ നീങ്ങാത്തത്. ഈ ചലന സമവാക്യങ്ങൾ നിങ്ങളൊന്ന് നോക്കി വെക്കട്ടോ. അടുത്തതായി നമ്മൾ ചർച്ച ചെയ്യുന്നത് ജഡത്വ നിയമത്തെക്കുറിച്ചാണ്. ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം അറിയപ്പെടുന്നത് ജഡത്വ നിയമമാണ്. പക്ഷേ ഇവിടെ ജഡത്വ നിയമം ആവിഷ്കരിച്ചത് ഗലീലിയോ ആണ്. ഗലീലിയോ ആണ് ജഡത്വ നിയമം ആവിഷ്കരിച്ചത്. ഒരു വസ്തുവിന് സ്വയം അതിൻ്റെ നിശ്ചലാവസ്ഥയ്ക്കോ നേർരേഖ സമചലനത്തിനോ മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയാണ് ജഡത്വം. ജഡത്വം 2 തരത്തിലാണ്: ചലന ജഡത്വവും നിശ്ചല ജഡത്വവും. ആദ്യമായി ചലന ജഡത്വം. ഒരു വസ്തുവിന് സ്വയം അതിൻ്റെ ചലനാവസ്ഥയ്ക്ക് മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയെ വിശേഷിപ്പിക്കുന്നതാണ് ചലന ജഡത്വം. ഉദാഹരണം: സ്വിച്ച് ഓഫ് ചെയ്ത ശേഷവും ഫാൻ അല്പസമയത്തേക്ക് കറങ്ങുന്നത്. രണ്ടാമത്തെ ജഡത്വമായ നിശ്ചല ജഡത്വം. ഒരു വസ്തുവിന് സ്വയം അതിൻ്റെ നിശ്ചലാവസ്ഥയ്ക്ക് മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയെ വിശേഷിപ്പിക്കുന്നതാണ് നിശ്ചല ജഡത്വം. അതിൻ്റെ ഉദാഹരണമാണ് അട്ടിയായി അടുക്കിയൊരു കാരംസ് കോയിനുകളുടെ അട്ടി തട്ടിക്കാതെ അടിയിലത്തെ കോയിൻ തെറിപ്പിക്കാൻ കഴിയുന്നത്. അതാണ് നിശ്ചല ജഡത്വം. എന്താണ് പ്രവർത്തനവും പ്രതിപ്രവർത്തനവും? ഒരു വസ്തു മറ്റൊരു വസ്തുവിൽ ബലം പ്രയോഗിക്കുന്നതിനെ പ്രവർത്തനമെന്നും അതേ വസ്തു തന്നെ തിരിച്ച് എതിർ ദിശയിൽ തുല്യ അളവിൽ ആദ്യ വസ്തുവിൽ പ്രയോഗിക്കുന്ന ബലമാണ് പ്രതിപ്രവർത്തനം. തിരിച്ചു പ്രവർത്തിക്കുമ്പോൾ അത് പ്രതിപ്രവർത്തനമാകുന്നു.